ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ തിരുവചന കേൾവിക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളാണ്. അത് ഞാൻ വായിക്കുന്നു. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലവുദിക്യക്കാർക്കും ഹിയരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. നാം വായിച്ച ഭാഗത്ത് ഒരു വ്യക്തിയെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് എപ്പഫ്രാസ്. നാം ഈ വായിച്ച ഭാഗം കൂടാതെ വേറെ ചില തിരുവചന ഭാഗങ്ങളിലും എപ്പഫ്രാസിനെ കുറിച്ച് പരാമർശമുണ്ട്. അത് ഈ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 7-8 വാക്യങ്ങളിലും ഫിലെമോന് എഴുതിയ ലേഖനത്തിൻ്റെ 23-ാം വാക്യത്തിലുമാണ്. ഇങ്ങനെ തിരുവചനത്തിൽ ഒന്നിലധികം തവണ പരാമർശിക്കപ്പെടുവാൻ കാരണം ഈ ദൈവദാസൻ്റെ ശുശ്രൂഷ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ഒന്നായിരുന്നത് കൊണ്ടാണ്. ഇനി എന്തായിരുന്നു ഈ എപ്പഫ്രാസിനുണ്ടായിരുന്ന ഗുണം? ആ ഗുണം മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലായിരുന്നു. പൗലോസ് എപ്പഫ്രാസിനെ കുറിച്ച് കൊലോസ്യരോട് പറയുന്നത് കൊലോസ്യ ലേഖനം 1:8 കാണുവാൻ കഴിയും. അവിടെ പൗലോസ് പറയുന്നത് അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ എന്നാണ്. അതായത് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് എപ്പഫ്രാസ്. പ്രിയപ്പെട്ടവരെ, സഭയിലെ അംഗങ്ങളെല്ലാം സഭയിൽ ഉള്ളവരാണ്. എന്നാൽ അവരെല്ലാം സഭയ്ക്ക് വേണ്ടിയുള്ളവരാണെന്ന് പറയാൻ കഴിയില്ല. സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയിലെ സഹോദരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നാം സഭയ്ക്ക് വേണ്ടിയുള്ളവരായി മാറുന്നത്. കൊലോസ്യ സഭയ്ക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനായിരുന്നു എപ്പഫ്രാസ്. ഇനി കൊലോസ്യർ 1:6-7 വാക്യങ്ങളിലും എപ്പഫ്രാസിൻ്റെ കരുതലിനെ കുറിച്ച് നാം കാണുന്നു. 6-ാം വാക്യത്തിൽ സുവിശേഷം അവരുടെ അടുക്കൽ എത്തിയതും അവർ ദൈവകൃപ എന്തെന്ന് അറിഞ്ഞതും അവരെ ഓർമ്മപ്പെടുത്തിയിട്ട് പൗലോസ് 7-ാം വാക്യത്തിൽ പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പഫ്രാസ് കൊലോസ്യരോട് സുവിശേഷം അറിയിച്ചുവെന്നാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെക്കുറിച്ച് കരുതലുണ്ടാകുക എന്നാൽ അവർക്ക് സുഖവും സന്തോഷവുമൊക്കെ ഉണ്ടാകുവാൻ നമ്മൾ പ്രവർത്തിക്കുക എന്നല്ലേ? എന്നാൽ അവർ ഈ ജീവിതത്തിൽ മാത്രമല്ല മരണത്തിന് ശേഷവും നിത്യമായ ആനന്ദവും സമാധാനവും അനുഭവിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം മറ്റുള്ളവരുമായി സുവിശേഷം പങ്കുവയ്ക്കണം എന്നൊരു പാഠം നമുക്ക് എപ്പഫ്രാസിൻ്റെ ജീവിതത്തിൽ നിന്നും പഠിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, എപ്പഫ്രാസിൻ്റെ സ്വഭാവ ഗുണമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സ്വഭാവ ഗുണം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതൽ ആണെന്നും നാം കണ്ടു കഴിഞ്ഞു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നവർ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അവരോട് സുവിശേഷം അറിയിക്കുമെന്നും നാം മനസ്സിലാക്കി. ഇനി മറ്റുള്ളവർക്കായി കരുതുന്നവരുടെ വേറെ ഒരു സ്വഭാവ സവിശേഷത എപ്പഫ്രാസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് നാം ആദ്യം വായിച്ച തിരുവചന ഭാഗത്തിലുണ്ട്. കൊലോസ്യർ 4:12 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. സഹോദരന്മാരെ, എപ്പഫ്രാസിൻ്റെ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു പ്രാർത്ഥനയിലുള്ള പോരാട്ടം. ഇത് സാധാരണ ഒരു പ്രാർത്ഥനയല്ല. പ്രാർത്ഥന പല രീതിയിലാകാം. ഉദാഹരണത്തിന് യാക്കോബ് 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അപ്പോൾ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയുണ്ട്, വിശ്വാസമില്ലാത്ത പ്രാർത്ഥനയുമുണ്ട്. ഇനി 16-ാം വാക്യത്തിൽ ഒരു കാര്യം നമ്മൾ കാണുന്നു.
നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇവിടെ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കാം, ശ്രദ്ധയില്ലാതെയും പ്രാർത്ഥിക്കാം. എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ കണ്ടത്. അവൻ പ്രാർത്ഥനയിൽ പോരാടുകയായിരുന്നു. ഈ പോരാട്ടം എന്ന വാക്കിന് മൂലഭാഷയായി ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് റസലിംഗ് എന്ന ഇംഗ്ലീഷ് വാക്കിന് സമാനമായ ഒരു പദമാണ്. റസലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗുസ്തി പിടിക്കുക. ഇത്തരത്തിലുള്ള ഒരു ഗുസ്തി പിടുത്തം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. 32-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആദ്യമായി 24 മുതൽ 26 വരെ. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. ഇനി 28-ാം വാക്യം. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ചു ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഈ ഭാഗം ചൂണ്ടിക്കാട്ടി നിരീശ്വരവാദികളും ബൈബിൾ വിമർശകരുമൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ ദൈവം സർവശക്തനൊന്നുമല്ല, ഈ ദൈവത്തെ ഒരു മനുഷ്യൻ തോൽപ്പിച്ചത് കണ്ടില്ലേ. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, യാക്കോബിനോട് ഗുസ്തി പിടിച്ച ആ പുരുഷൻ യാക്കോബിൻ്റെ തുടയിലൊന്ന് തൊട്ടതേ ഉള്ളൂ, അവൻ്റെ തുട ഉളുക്കിപ്പോയി. ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെ എതിരാളി എൻ്റെ തുടയിൽ തൊട്ടാലുടൻ എൻ്റെ തുട ഉളുക്കിപ്പോകുമെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ എനിക്ക് ഗുസ്തിയിൽ പരാജയപ്പെടുത്താൻ കഴിയുമോ? ഒരിക്കലുമില്ല. 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിറ്റേ ദിവസം ഉളുക്ക് നിമിത്തം യാക്കോബ് മുടന്തി നടന്നുവെന്നാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത് 30-ാം വാക്യത്തിലാണ്. അവിടെ യാക്കോബ് പറയുകയാണ്, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല. ഇതിന് സമാനമായ ഒരു കാര്യം പുറപ്പാട് 33-ാം അധ്യായത്തിലുണ്ട്. അവിടെ 20-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല. ദൈവത്തിൻ്റെ തേജസ് കാണണമെന്ന് അപേക്ഷിച്ച മോശയോട് ദൈവം പറഞ്ഞ വാക്കുകളാണിത്. ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എതിരാളിയെ കണ്ടാൽ ഉടനെ ഞാൻ പേടിച്ച് താഴെ വീഴുന്ന തരത്തിലുള്ള ഒരാളിനോടാണ് ഞാൻ യുദ്ധത്തിന് പോകുന്നതെങ്കിൽ എനിക്ക് ഒരിക്കലും അയാളെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നതാണ് വാസ്തവം. അങ്ങനെയെങ്കിൽ യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ചു ജയിച്ചു എന്ന് പറയുമ്പോൾ അത് ആക്ഷരിക അർത്ഥത്തിലല്ല, അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. ഹോശേയ 12-ന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ വ്യക്തമാകും. അവിടെ യാക്കോബിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തൻ്റെ പുരുഷ പ്രായത്തിൽ ദൈവത്തോട് പൊരുതി അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, അവസാനം പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്, യാക്കോബ് ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിച്ചു. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കണം. വർഷങ്ങൾക്ക് ശേഷം അവൻ തൻ്റെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. ആ സമയത്ത് അവനൊരു വാർത്ത കേട്ടു, പണ്ട് താൻ ചതിച്ച തൻ്റെ ചേട്ടൻ ഏശാവ് 400 ആളുകളുമായിട്ട് തന്നെ കാണാൻ വരുന്നുണ്ട്. യാക്കോബ് ഭയന്നുപോയി. ഏശാവ് ഒറ്റയ്ക്കല്ല വരുന്നത്, കൂടെ 400 ആളുകളുമുണ്ട്. ഒരുപക്ഷെ പണ്ട് താൻ ചെയ്ത ദ്രോഹത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ആയിരിക്കുമോ ഇത്രയും ആളുകളെയും കൂട്ടി വരുന്നത് എന്നൊക്കെയുള്ള ചിന്ത അവനെ ഭയപ്പെടുത്തി. അതുകൊണ്ട് യാക്കോബ് തൻ്റെ കുടുംബത്തെയും സ്വത്തുക്കളെയും എല്ലാം നദിക്ക് അക്കരെ കടത്തിയ ശേഷം അവൻ തനിച്ച് ദൈവസന്നിധിയിലിരിക്കുകയാണ്. അന്ന് രാത്രിയിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയാണ്. പിറ്റേന്ന് നേരം വെളുക്കുന്നതുവരെ അവൻ ദൈവസന്നിധിയിൽ കരഞ്ഞു. ഉൽപ്പത്തി 32-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വിവരണം അനുസരിച്ച് ദൈവം ഒരു പുരുഷവേഷത്തിലാണ് അവൻ്റെ മുമ്പിൽ വന്നത്. ആ പുരുഷൻ യാക്കോബിനോട് പറയുന്നുണ്ട്, നേരം വെളുത്തു, എന്നെ വിട്. അതിന് യാക്കോബിൻ്റെ മറുപടി, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല.
ഞാൻ ചിന്തിക്കുന്നത് യാക്കോബ് ആ പുരുഷൻ്റെ കാലിൽ പിടിച്ചുകൊണ്ടായിരിക്കണം അപേക്ഷിച്ചത്. അതുകൊണ്ടാണല്ലോ എന്നെ വിട് എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കാല് പിടിച്ചപേക്ഷിച്ചാൽ ആരുടെയും മനസ്സലിയും. അങ്ങനെയെങ്കിൽ കൃപയും മനസ്സലിയും ഒക്കെ ഉള്ള സ്നേഹമാകുന്ന ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ അവൻ്റെ അപേക്ഷ കേൾക്കാതിരിക്കാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. സാധാരണ ദൈവം പറയുന്നത് മനുഷ്യൻ അനുസരിക്കുമ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ പറഞ്ഞത് ദൈവം അനുസരിച്ചു. ആ അർത്ഥത്തിലാണ് അവൻ ദൈവത്തോട് മല്ല് പിടിച്ചു ജയിച്ചു എന്ന് പറയുന്നത്. ഇതിനോട് കുറച്ചൊക്കെ സമാനതയുള്ള ഒരു സംഭവം മർക്കോസ് 10-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അവിടെ കുരുടനായ, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു ഭിക്ഷക്കാരൻ യെരിഹോ പട്ടണത്തിലെ വഴിയരികിൽ ഇരിക്കുമ്പോൾ യേശു അതുവഴി പോകുന്നത് അവൻ അറിഞ്ഞു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. അവിടെ നിന്നവരൊക്കെ അവനോട് പറഞ്ഞു, മിണ്ടാതിരിയടാ. എന്നാൽ അവൻ മിണ്ടാതിരുന്നില്ല. കുറെ കൂടി ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. ഇത് കേട്ടിട്ട് കർത്താവ് നിന്നു. അവനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് ചോദിച്ചു, നിനക്ക് എന്തു വേണം? അവൻ പറഞ്ഞു, ഗുരു, നീ എനിക്ക് കാഴ്ച തരണം. കർത്താവ് പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതോടെ അവന് കാഴ്ച ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ ഒരു മനുഷ്യൻ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതെ മറികടന്നു പോകുന്നവനല്ല നമ്മുടെ ദൈവം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നാം പ്രാരംഭത്തിൽ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനാ പോരാളിയായ എപ്പഫ്രാസിനെ കാണുകയാണ്. എപ്പഫ്രാസിൻ്റെ സ്വഭാവഗുണം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതലായിരുന്നു എന്ന് നാം കണ്ടു. ആ കരുതലിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ഈ അന്ത്യനാളുകൾ തിമോഥെയോസിനുള്ള 2-ാം ലേഖനത്തിൽ കാണുന്നത് പോലെ മനുഷ്യർ സ്വസ്നേഹികളായിരിക്കുകയാണ്. എന്നാൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എപ്പഫ്രാസിനെ പോലെ സഹോദരന്മാരെക്കുറിച്ച് കരുതലുള്ളവരായിരിക്കുകയാണ്. അതിനാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറെ കൂടി ശക്തമാകട്ടെ. പ്രാർത്ഥനയിൽ നമുക്ക് പോരാടാം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിലും, നമ്മുടെ കുടുംബത്തിലും, സഭയിലും, നമ്മുടെ സമൂഹത്തിലും ദർശിക്കുവാൻ നമുക്ക് കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.